മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സർവ്വകൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് ലഭിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 31 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗങ്ങളില് ബധിരനും മൂകനുമായ ഒരുവനെ ഈശോ സുഖപ്പെടുത്തിയ ശേഷം അവനോട് പറയുകയാണ്, ഇതാരോടും പറയരുതെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അനുഗ്രഹം ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നിശബ്ദതയിലാണ്. ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മൾ നിശബ്ദതയിലേക്ക് മടങ്ങണം. അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ അധരം സംസാരിക്കുമ്പോഴും ഹൃദയം നിശബ്ദമായിരിക്കണം. ഹൃദയത്തിന്റെ നിശബ്ദത നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് നടക്കരുത്. നമ്മൾ ഹൃദയത്തെ ഒന്ന് നിശബ്ദമാക്കണം. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, ബലിയർപ്പിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ നടത്തുമ്പോൾ, വചനം വായിക്കുമ്പോൾ ഹൃദയത്തെ നിശബ്ദമാക്കണം. ആ സമയത്ത് ഹൃദയത്തിലേക്കെല്ലാം കയറ്റരുത്. ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ നിശബ്ദത നമുക്ക് ആവശ്യം. ആ നിശബ്ദതയിലേക്ക് ദൈവം കടന്നു വരികയുള്ളൂ. ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിശബ്ദതയെ സ്നേഹിച്ച് നമുക്ക് തുടങ്ങാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഈ മക്കളെ ഓരോരുത്തരെയും ഇവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ പഠനങ്ങളിലേക്ക്, ഇവരുടെ ഭവനങ്ങളിലേക്ക്, ഇവർ പോകുന്ന വഴികളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും അശുദ്ധിയും തിന്മകളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.